ഹായ് ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവുലേഷന് ശേഷമുള്ള 2 ആഴ്ചയിൽ സ്ത്രീകൾ തീർത്തും ഒഴിവാക്കേണ്ടതും അതുപോലെ നിർബന്ധമായും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സ്ത്രീകൾക്ക് ഈ 2 ആഴ്ച തള്ളി നീക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങളും നിരീക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏക ഒരു ചിന്ത ഇത് പീരിയഡ്സ് ആവാൻ പോവുകയാണോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഗർഭധാരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ ഓവുലേഷന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം സ്ട്രെസ് ഫ്രീ ആയി തന്നെ ഇരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ധാരാളം പാട്ടുകൾ കേൾക്കുക, അതുപോലെ നല്ല നല്ല മൂവീസ് കാണുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായിട്ട് ഈ ഒരു സമയം നിങ്ങൾ വിനിയോഗിക്കുക. അടുത്തതായി നിങ്ങളുടെ ശരീരത്തെ നിങ്ങളെപ്പോഴും നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കുക എന്നുള്ളതാണ്. അതിനായി ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഈ ഒരു സമയത്ത് വരാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഓവുലേഷന് ശേഷം ഭാരപ്പെട്ട ജോലികളിൽ ഏർപ്പെടാതെ ഇരിക്കുക. അടുത്തതായിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ കൃത്യസമയത്ത് ഉറങ്ങാനും ശ്രദ്ധിക്കുക. രാത്രിയിൽ 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള ഉറക്കം ഈ ഒരു കാര്യത്തിന് നിർബന്ധമാണ്. അടുത്തതായിട്ട് നിങ്ങൾ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് തീർത്തും ഒഴിവാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ അല്ലെങ്കിൽ ഒരുപാട് ഉപ്പോ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കാതെയുള്ള ഭക്ഷണമായിരിക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കേണ്ടത്. ആവശ്യത്തിന് മാത്രം എല്ലാ മസാലകളും ചേർക്കുക. അതുപോലെ ഉപ്പ്, പുളി തുടങ്ങിയവ. അതുപോലെ സ്പൈസി ഫുഡ്സ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം സ്പൈസി ഫുഡ്സ് എല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ഒരുപാട് മധുരം അടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ അല്ലെങ്കിൽ പഞ്ചസാരയുടെ ഉപയോഗം ഇതെല്ലാം നിങ്ങൾ ഈ ഒരു സമയത്ത് നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് നിങ്ങൾ വെയിറ്റ് ലോസിനെല്ലാം വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഗർഭധാരണമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിർബന്ധമായും ഹെവി വർക്കൗട്ടുകൾ ചെയ്യാതെ ഇരിക്കുക. പകരം നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി യോഗകൾ പോലുള്ളവ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എപ്പോഴും പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഇലക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഭക്ഷണമായിരിക്കണം ഈ ഒരു ദിവസങ്ങളിൽ കൂടുതലായിട്ട് കഴിക്കേണ്ടത്. അടുത്തത് നിങ്ങൾ ദിവസവും 1 ഗ്ലാസ് പാല്, ഒരു നാടൻ കോഴിയുടെ മുട്ട, അതുപോലെ ഏത്തപ്പഴം ഇത് പതിവായി തന്നെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹെൽത്തി സാലഡ് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക. സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും കുക്കുംബർ ചേർക്കാൻ മറക്കരുത്. കുക്കുംബറിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓവുലേഷന് ശേഷം, അതായത് നിങ്ങളുടെ ആ ഒരു ഫെർട്ടൈൽ വിൻഡോ എൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ലോങ് ഡ്രൈവ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരുപാട് ദൂരയാത്രയ്ക്ക് ഈ ഒരു സമയത്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളുടെ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. ധാരാളം കുണ്ടും കുഴികളുമാണ് നമ്മളുടെ റോഡിൽ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരീരം ഒരുപാട് അനങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മളുടെ ആ ഒരു അബ്ഡോമൻ ഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് അനങ്ങും ഈ ഒരു ഗട്ടറൊക്കെ ചാടുമ്പോൾ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ലോങ് യാത്രകൾ നിങ്ങൾ ഒഴിവാക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് നിങ്ങളിലെ സ്ട്രെസ് ലെവലെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാകാനും ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ബ്രീത്തിങ് വർക്കൗട്ടുകൾ കൂടുതലായിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെ ഈ ഒരു സമയത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓവുലേഷൻ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്ന് ശ്രമിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ ഒന്ന് ഇനേബിൾ ആക്കി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഇതുപോലെ നിങ്ങളിലേക്ക് മിസ്സാവാതെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.